രണ്ട് തരം മെഡിറ്റേഷൻസ് ആണ് ബേസിക്കലി ഉള്ളത്. ആക്റ്റീവ് മെഡിറ്റേഷനും പാസീവ് മെഡിറ്റേഷനും. ആക്റ്റീവ് മെഡിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ ആക്ടിവിറ്റി, മൂവ്മെന്റ്സ്, ഡാൻസിങ്, അങ്ങനെ ആക്ടിവിറ്റിയിലൂടെ മൂവ്മെന്റ്സിലൂടെ നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന മെഡിറ്റേഷൻസിനെയാണ് ആക്റ്റീവ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. സോ ഇനി നെക്സ്റ്റ് എന്താണ് പാസീവ് മെഡിറ്റേഷൻ? പാസീവ് മെഡിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്റ്റീവ് മെഡിറ്റേഷൻ നേരെ ഓപ്പോസിറ്റ്, അതായത് പാസീവ് ഫോംസ് ഓഫ് മെഡിറ്റേഷൻ, അതായത് സൈലൻസിലൂടെ, അതായത് അധികം ഫിസിക്കൽ ആക്ടിവിറ്റി, മൂവ്മെന്റ്സ് ഒന്നും ഇല്ലാതെ ജസ്റ്റ് സൈലന്റ് സിറ്റിംഗ് അല്ലെങ്കിൽ സൈലന്റ് സ്റ്റാൻഡിങ് അല്ലെങ്കിൽ ജസ്റ്റ് ലൈങ് ഡൗൺ, അങ്ങനെ മൂവ്മെന്റ്സ് ഒന്നും ഇല്ലാതെയുള്ള ജസ്റ്റ് ഒരു പാസീവ് ഫോം ഓഫ് മെഡിറ്റേഷൻസ്, ഒരു മെഡിറ്റേഷൻസിന്റെ പാസീവ് ഫോമിനെയാണ് പാസീവ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. സോ ഇനി ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക്, ഒരു ബിഗിനറിനെ സംബന്ധിച്ചോളം അയാൾ ആക്റ്റീവ് മെഡിറ്റേഷൻ ആണോ അതോ പാസീവ് മെഡിറ്റേഷൻ ആണോ ചൂസ് ചെയ്യേണ്ടത് ഒരു മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്? സോ ഒരു ബിഗിനറിനെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ അവർക്ക് എളുപ്പം എന്ന് പറയുന്നത് ആക്റ്റീവ് മെഡിറ്റേഷൻ ചെയ്യാനായിരിക്കും. കാരണം ഒരു പാസീവ് ഫോം ഓഫ് മെഡിറ്റേഷൻ നിങ്ങൾ ഒരു ബിഗിനിങ് സ്റ്റേജിൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഒരു പ്രോഗ്രസ് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് മടുത്തു. പെട്ടെന്ന് ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, ജസ്റ്റ് കണ്ണടച്ചിരിക്കുക അല്ലെങ്കിൽ കണ്ണ് തുറന്ന് ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പാടാണ്. നമുക്ക് നോർമലി നമ്മൾ കാണാറുള്ള മെഡിറ്റേഷൻസും അങ്ങനെയാണ്, പാസീവ് ഫോംസ് ഓഫ് മെഡിറ്റേഷൻസ് ആണ്. പക്ഷെ അത് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ പെട്ടെന്ന് അത് മടുത്തു പോകും, നമ്മുടെ ബോഡി റെസിസ്റ്റ് ചെയ്യും, ബോഡിക്ക് ഒരു പെട്ടെന്ന് അത് പാടാൻ. ഈ പാസീവ് ഫോം ഓഫ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു കുറച്ച് അഡ്വാൻസ്ഡ് ലെവലുള്ളവർക്ക് ചെയ്യാനുള്ളതാണ് പാസീവ് ഫോം ഓഫ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. സോ ഒരു ബിഗിനറിനെ സംബന്ധിച്ചോളം ആക്റ്റീവ് ഫോംസ് ഓഫ് മെഡിറ്റേഷൻസ് ആണ് എപ്പോഴും ഉചിതം. കാരണം ആക്ടിവിറ്റിയിലൂടെ, കാരണം നമ്മുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആയിരിക്കാനാണ് എപ്പോഴും നമ്മുടെ ഒരു ബേസിക് നേച്ചർ എന്ന് പറയുന്നത്. സോ ആ ഒരു ബേസിക് നേച്ചറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആക്ടിവിറ്റിയിൽ നിന്ന് ഒരു ബിഗിനിങ് സ്റ്റേജിൽ ആക്റ്റീവ് മെഡിറ്റേഷൻസ് ട്രൈ ചെയ്യുക, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉള്ള മെഡിറ്റേഷൻസ് ട്രൈ ചെയ്യുക. അങ്ങനെ ഒരു അഡ്വാൻസ് സ്റ്റേജിൽ അഡ്വാൻസ് സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ആക്റ്റീവ് മെഡിറ്റേഷനിൽ നിന്ന് പാസീവ് മെഡിറ്റേഷൻസിലേക്ക് വരേണ്ടത്.